നമസ്കാരം, എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ബ്രെഡ് ബോണ്ട. കുറച്ച് പഴവും ബ്രെഡും കൂടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പകരം പാളയംകോടൻ പഴമോ ചെറുപഴമോ ഏതായാലും എടുത്താൽ മതി. കുറച്ചും കൂടി നന്നായിട്ട് പഴുത്തു പോയ പഴമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 8 ബ്രെഡാണ്. ഇനി ഈ ബ്രെഡ് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 4 ഏലക്കായും കുറച്ച് ജീരകവും, ഇത് 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതിനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് റവയാണ്. ഇത് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി വേണം. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഈ റവ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി കുഴച്ചെടുക്കുമ്പോൾ കൂടുതൽ കട്ടിയായിട്ടാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിലൽപ്പം എണ്ണ തടവിയിട്ട് പുറമെ പൊട്ടലുകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. കണ്ടോ, ഇത് നമ്മൾ ഞെക്കുമ്പോൾ തന്നെ ഞെങ്ങിപ്പോകുന്ന ഒരു പരുവത്തിലാണ് ഉള്ളത്. ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. നമുക്കിത് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനി കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. ഈ ഒരളവിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 20-21 എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടംപൊരിയുടെ പോലത്തെ ടേസ്റ്റ് തന്നെയാണ്. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഈ ബ്രെഡ് ബോണ്ട ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി.